ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മൾ സാധാരണ സദ്യകളിലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. മറ്റൊന്നല്ല, വെണ്ടയ്ക്ക പച്ചടി. ഈ വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒട്ടും തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ വെണ്ടയ്ക്ക പച്ചടി ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്കിവിടെ നോക്കാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചാനൽ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് 1/2 കപ്പ് ചിരങ്ങിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതുകൂടാതെ ഇതിലേക്ക് 1/2 കപ്പ് യോഗർട്ട് ഇല്ലെങ്കിൽ പുളി കുറഞ്ഞ തൈര് ചേർത്താലും മതി. 2 പച്ചമുളക്. ഞാനിവിടെ നാടൻ മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നാടൻ മുളക് അവൈലബിൾ അല്ലെങ്കിൽ സാധാരണ കറിമുളക് ചേർത്താലും മതി. 1/2 ടീസ്പൂൺ കടുക് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് ചേർക്കണം, എന്നാലേ ഇതിന്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് വലിയൊരു പാത്രത്തിലേക്ക് 1 കപ്പ് യോഗർട്ട് ചേർത്ത് കൊടുക്കാം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ യോഗർട്ട് അവൈലബിൾ അല്ലെങ്കിൽ സാധാരണ പുളി കുറഞ്ഞ തൈര് ചേർത്താലും മതി. ഇതിലേക്ക് മിക്സിയിൽ അടിച്ചെടുത്ത തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ യോഗർട്ടും തേങ്ങയുടെ അരപ്പായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അടുത്തായിട്ട് നമുക്കൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 250 ഗ്രാം അളവിൽ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക അത്യാവശ്യം അതിലെ വെള്ളമൊക്കെ പോയി ആ വഴുവഴുപ്പൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവാണ് വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഫ്രൈ ആയി വന്ന വെണ്ടയ്ക്ക നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈരിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എല്ലാ വെണ്ടയ്ക്കും നമ്മൾ ഈ തൈരിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത അതേ പാത്രത്തിലേക്ക് അല്പം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിയുന്ന സമയത്ത് ഇതിലേക്ക് 6 ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയുള്ളിയൊക്കെ അത്യാവശ്യത്തിന് വഴണ്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി കാച്ചിയത് പച്ചടിയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വരുന്ന സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്മെല്ല് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലും ചോറിനോട് കഴിക്കാനായിട്ട് അടിപൊളി തന്നെയാണ്. വേറൊരു കറിയുടെയും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഓണം, വിഷു പോലുള്ള സദ്യകളൊക്കെ ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജിയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഇനി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.